ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചീസ് വേൾഡ്. ഇന്ന് ഞാനൊരു മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മീഷോയിൽ നിന്ന് കുറച്ച് കിച്ചൺ പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. നിങ്ങൾ ആരെങ്കിലും ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ ഈ പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത ശേഷമാണ് ഞാൻ ഈ വീഡിയോയിൽ വേറെ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്നും കൂടി അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് തന്നെ നമ്മൾ കിച്ചണിലൊക്കെ നമ്മൾ ഉള്ളിയും തക്കാളിയും അതുപോലെ എല്ലാം ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു കട്ടിംഗ് ബോർഡാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. വുഡൻ്റെ കട്ടിംഗ് ബോർഡാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ഇതിൻ്റെ കനം വരുന്നത് കനം എന്ന് പറയുമ്പോൾ നമ്മുടെ സൈഡിലുള്ള വീതി വരുന്നത് 1 സെൻറ്റിമീറ്ററാണ്. ഞാൻ മേടിച്ചിട്ടുള്ളത് നമ്മൾ റെസിപ്പി വീഡിയോസൊക്കെ എടുക്കുന്ന ടൈമിൽ ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഞാൻ ചോപ്പ് ചെയ്യാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് വുഡൻ മെറ്റീരിയലാണ്. നിങ്ങൾ നല്ലൊരു ചോപ്പിംഗ് ബോർഡ് മേടിക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ചോപ്പിംഗ് ബോർഡ് നല്ലൊരു ഓപ്ഷനാണ്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ചോപ്പ് ചെയ്യാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ കൂടുതലായിട്ടും വീഡിയോസിന് വേണ്ടിയിട്ടാണ് എടുക്കാറ്. ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 129 റുപ്പീസാണ്. അടുത്തതായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത് കിച്ചൺ ടവൽ ഹോൾഡർ ആങ്കറാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. നമുക്ക് നമ്മുടെ കിച്ചണിലൊക്കെ അടിയത്തെ ഡോറിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് നിർത്തിയിട്ട് അതിൽ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുറക്കുന്ന ടവലൊക്കെ നമുക്കിതിൽ ഹാങ് ചെയ്തിടാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 29 സെൻറ്റിമീറ്ററാണ്. ഇതേപോലെ നമ്മുടെ കിച്ചണിൻ്റെ ഒക്കെ സ്ലാബിൻ്റെ അടിയിൽ ഇതേപോലെ ഡോറുകളുണ്ടെങ്കിൽ ആ ഡോറും ഇതേപോലെ ഹാങ് ചെയ്തിട്ട് ഇടുക. എന്നിട്ട് അതിൽ നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുന്ന ടവൽ ഇതേപോലെ ഹാങ് ചെയ്തിട്ട് ഇടാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇതേപോലെ ഡോറൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ജനലുമേ അതുപോലെ വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന സൗകര്യം ഉണ്ടെങ്കിൽ അതേപോലെ അവിടെ ഹാങ് ചെയ്തിട്ട് ഇതേപോലെ ടവൽ ഇടാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 137 റുപ്പീസാണ്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അടുത്തതായിട്ട് നമ്മൾ മേടിച്ചുള്ള പ്രൊഡക്റ്റ് ഏതാണ് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത് അലുമിനിയത്തിൻ്റെ മോർട്ടർ ആൻഡ് പെസിൽ സെറ്റാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇതിൽ മോർട്ടറിൻ്റെ പെസലിൻ്റെ ലെങ്ത്തൊക്കെ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ വെച്ച് കാണിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാകും. നിങ്ങൾക്കിതിൻ്റെ അളവ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കയ്യിൽ മോർട്ടറും പെസലും വെച്ചിട്ട് അളവ് കാണിച്ചു തരുന്നത്. ഇതിൽ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതുപോലെയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 202 റുപ്പീസാണ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് മേടിച്ചുള്ള പ്രൊഡക്റ്റ് ഏതാണ് നമുക്ക് നോക്കാം. അത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത് ഡിഷ് വാഷ് സ്ക്രബ്ബറാണ്. നമ്മൾ പാത്രങ്ങൾ കഴുകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ക്രബ്ബറാണ്. ഇതിൽ 12 എണ്ണം വരുന്ന ഒരു സെറ്റാട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു മെറ്റീരിയലാണ്. ഇങ്ങനൊരു സെറ്റ് നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ അടുത്തൊന്നും ഇതേപോലെ സ്ക്രബ്ബർ മേടിക്കേണ്ടി വരില്ല. കാരണം ഇതിൽ 12 പീസ് വരുന്നുണ്ട്. 3 കളറിലാട്ടോ ഇത് വരുന്നത്. 3 കളറിൽ വരുന്ന 12 പീസാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു
സ്പോഞ്ച് ടൈപ്പുള്ള സ്ക്രബ്ബറാണ്. അപ്പോൾ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 170 റുപ്പീസാണ്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് മീഷോ ഹോൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ മീഷോ ഹോൾ വീഡിയോസാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്. ആ വീഡിയോസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം. ആ വീഡിയോസ് എല്ലാതും ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.